AICCയുടെ മുന്നിലേക്ക് 6 പേരുകൾ എത്തിയിരിക്കുന്നു. KPCC അധ്യക്ഷനായി ആര് വരണമെന്ന് അതിൽ നിന്നും ഒരാളെ തീരുമാനിക്കും. നേതാക്കൾക്കുള്ള പോലെ സങ്കുചിത താല്പര്യമോ തൻ്റെ ഗ്രൂപ്പിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയോ ഒന്നും സുനിൽ കനുഗോലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനില്ല. അദ്ദേഹം ശരിക്കും കേരളത്തിൽ കണ്ടതും KPCCയെ കുറിച്ച് പഠിച്ചതും റിപ്പോർട്ട് എഴുതി. അങ്ങനെയാണ് 6 പേരുകൾ ഹൈക്കമാൻഡിന്റെ മുന്നിലെത്തിയത്. തീർത്തും സമുദായ സമവാക്യത്തിന് പ്രാധാന്യം നൽകി തന്നെ അവസാനം മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെയും താല്പര്യം എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ കനുഗോലു നൽകിയ പേരുകളിൽ നിന്നും ഒരു ക്രൈസ്തവ നേതാവ് തന്നെ കടന്നു വരാനാണ് സാധ്യതയേറെയും. എങ്കിലും മറ്റുള്ളവർ വരില്ല എന്ന് അർത്ഥമില്ല. ഏതായാലും ഹൈക്കമാൻഡിന്റെ മുന്നിലെത്തിയിരിക്കുന്ന കനുഗോലുവിന്റെ പട്ടികയിൽപ്പെടുന്ന 6 പേരുകൾ ഇവരാണ്. MP മാരായ അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ബന്നി ബഹനാൻ, ആന്റോ ആന്റണി, അതുപോലെ MLA മാരായ സണ്ണി ജോസഫ്, റോജി M ജോൺ എന്നിവരാണ്. ഈ 6 പേരിൽ ഒരാൾ KPCC പ്രസിഡന്റ് ആകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കാരണം കോൺഗ്രസിന്റെ നീക്കങ്ങളെയെല്ലാം നിരീക്ഷിക്കാനും പോരായ്മകൾക്ക് പരിഹാരം കാണാനും ആണ് കനുഗോലുവിന്റെ നിർദ്ദേശം. അത് തള്ളിക്കളയാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. കേരളത്തിലെ പ്രശ്നങ്ങൾ, കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ എല്ലാം വളരെയധികം വീക്ഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കനുഗോലുവിനെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൈക്കമാൻഡിന് സ്വീകരിച്ചേ മതിയാകൂ. അതുകൊണ്ട് ദില്ലിയിലെത്തിയ ഈ 6 പേരിൽ ഒരാൾ KPCC അധ്യക്ഷനാകും. മുകളിൽ നിന്നും കെട്ടിയിറക്കുന്നവർ എന്നും സോണിയാഗാന്ധിയെ കണ്ട് പദവി ഒപ്പിച്ചു വരുന്നവർ എന്നൊക്കെ പേരുദോഷം പണ്ടത്തെ KPCC അധ്യക്ഷന്മാർക്ക് പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി ഹൈക്കമാൻഡ് ആരെയും നിർദ്ദേശിക്കുന്നില്ല. പേര് സംസ്ഥാനത്ത് നിന്ന് തന്നെ ഉയർന്നു വരട്ടെ എന്ന നിലപാടാണ് പൂർണ്ണമായും ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ 6 പേരുകൾ മനസ്സിൽ വെച്ചാണ് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി KPCC ഭാരവാഹികളെ ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേതാക്കളുടെ അഭിപ്രായം കണക്കിലെടുത്താവും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം നീങ്ങുക. എന്നാൽ 6 പേരും ജനപ്രതിനിധികളാണ്. പാർട്ടിയിൽ ഒരാൾക്കൊരു പദവി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആ വ്യവസ്ഥയിൽ KPCC പ്രസിഡന്റിനെ മാത്രം ഒഴിവാക്കും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുഗോലു നൽകിയ ഈ പാനലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലും അന്തിമമായി അംഗീകാരത്തിനായി കാത്തു നിൽക്കുന്നത്. ഇനി നിർണായകം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC ഭാരവാഹികളുമായി നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. ഈ പറയുന്ന 6 പേരിൽ ഒരാളും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അനഭിമതരല്ല എന്നുള്ളതാണ് കോൺഗ്രസിന് ഏറെ ആശ്വാസമായിട്ടുള്ളത്. അടൂർ പ്രകാശ് ആണെങ്കിൽ മികച്ച സംഘാടകൻ, തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ വിദഗ്ധൻ, എല്ലാ LDF കോട്ടകളും പിടിച്ചെടുക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയ നേതാവ്. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ദളിത് മുഖം, കഠിനാധ്വാനി, വിശ്രമമില്ലാത്ത പാർട്ടി പ്രവർത്തനം, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പലതവണ പരിഗണിക്കപ്പെട്ടു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇനി ആന്റോ ആന്റണിയിലേക്ക് പോവുകയാണെങ്കിൽ തീവ്ര നിലപാടുകളില്ലെങ്കിലും നിശബ്ദനായ ഒരു രാഷ്ട്രീയ പോരാളി, മികച്ച സംഘാടകൻ. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ചാർജ് ഉണ്ടായിരുന്ന ആന്റോ ആന്റണി നടത്തിയ പ്രവർത്തനങ്ങളിലും കേന്ദ്ര നേതൃത്വത്തിന് നല്ല മതിപ്പാണുള്ളത്. ഇനി സണ്ണി ജോസഫ് ആണെങ്കിൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖം, മികച്ച വാഗ്മി, തന്റേടത്തോടെയുള്ള നിലപാടുകൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലും കർഷകർക്കിടയിലും ഒക്കെ വലിയ സ്വാധീനം, അങ്ങനെ പല നേട്ടങ്ങളും സണ്ണി ജോസഫ് MLAക്ക് ഉണ്ട്. അതുപോലെ ബന്നി ബഹനാൻ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള നല്ല ബന്ധം, ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും പ്രിയങ്കരൻ, നല്ല പ്രാസംഗികൻ. ഈ പറയുന്ന 6 പേരിൽ തലയെടുപ്പുള്ള നേതാവ് എന്ന് തന്നെ ബന്നി ബഹനാന് വേണമെങ്കിൽ പറയാം. അതുപോലെ റോജി M ജോൺ യുവമുഖമാണ്, ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധമുണ്ട്, മുൻ NSUവിന്റെ ദേശീയ അധ്യക്ഷനാണ്, AICCയുടെ സെക്രട്ടറിയാണ്, രാഷ്ട്രീയകാര്യ സമിതിയൊക്കെയാണ്. ഇതൊക്കെയാണെങ്കിലും എതിർപ്പുകൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു നേതാവ് കൂടിയാണ്, യുവാവാണ് എന്നുള്ളത് കൊണ്ട്. ഏതായാലും KPCC അധ്യക്ഷൻ മാറുമെന്നുറപ്പായപ്പോൾ 6ൽ ആരാകും എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ദീപാദാസ് മുൻഷിക്കും ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണോ, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാനുള്ള
സാധ്യത എത്രത്തോളം ഉണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാർട്ടി സാധ്യതകൾ, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ഉള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അവർക്കറിയാനുമുണ്ട്. അതുപോലെ തന്നെ പുനഃസംഘടന എങ്ങനെയായിരിക്കണമെന്ന ഒരഭിപ്രായവും അവർ ചോദിച്ചറിയും. ഇതിനെല്ലാം ഉത്തരം കിട്ടുമ്പോൾ അതിലാര് വന്നാൽ നല്ലത് എന്ന ഉത്തരത്തിലേക്കും അവർ എത്തിച്ചേരുമെന്നും അത് ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നുമുള്ളതാണ് മറ്റൊരു നടപടി. ഏതായാലും 6 പേരുകൾ ദില്ലിയിലെത്തി. അതിൽ ഒരാൾ വിജയിയാകും. അതിനായി കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരിക്കുകയാണ്.